ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രീസ്റ്റ് സ്പിരിച്വൽ മിഷന്റെ സത്യവിശ്വാസ പഠനങ്ങൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ മറിയാമിനെ രണ്ടാം ഹൗവ എന്ന് വിളിക്കുന്നതിനോട്ടുള്ള വേദപുസ്തക അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ ഈ സുവിശേഷ പ്രസംഗത്തിൽ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:20 മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു, അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. ഉൽപ്പത്തി പുസ്തകം 4:1 മനുഷ്യൻ തൻ്റെ ഭാര്യ ഹൗവയെ പരിഗ്രഹിച്ചു. ഹൗവ എന്നുള്ളതായ പദം ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ 2 ഭാഗങ്ങളിൽ മാത്രമേ നാം കാണുന്നുള്ളൂ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തില് യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. കാനാവിലെ കല്യാണ വിരുന്നിൽ ആണ് ഇപ്രകാരം യേശു തമ്പുരാൻ ഇത് ചോദിക്കുന്നത്. ഒരു കല്യാണത്തെ സംബന്ധിച്ചിടത്തോളം ആ കല്യാണത്തിലെ സുപ്രധാനമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? നമുക്കറിയാം, മണവാളനും മണവാട്ടിയുമാണ് ഒരു കല്യാണത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവർ. എന്നാൽ കാനാവിലെ കല്യാണ വിരുന്നില് മണവാളൻ ആരാണ്, മണവാട്ടി ആരാണ്, ഇതൊന്നും യോഹന്നാൻ ശ്ലീഹ എഴുതിയിട്ടില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, വിവാഹത്തെക്കുറിച്ച് വിവരിക്കുവാൻ വേണ്ടിയിട്ടല്ല യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതിയത്. പിന്നെയോ ആ വിവാഹത്തിന്റെ ഇടയിൽ നടന്ന ഒരു പ്രത്യേക സംഭവത്തെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ഇവിടെ വീഞ്ഞു തീർന്നു പോകുമ്പോൾ വിശുദ്ധ മാതാവ് യേശുവിനോട് പറയുകയാണ്, ഇവർക്ക് വീഞ്ഞില്ല. യേശു പറയുന്ന മറുപടിയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത് എന്നുള്ളത്. ഇതിന്റെ മുൻ ചാപ്റ്ററുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഉൽപ്പത്തി പുസ്തകവും യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇവിടെ യേശു ചോദിക്കുന്നു, എനിക്കും നിനക്കും എന്ത്? ഞാനും നീയും ചേർന്ന് കഴിഞ്ഞാൽ നമ്മളെന്ന് പറയാമല്ലോ. പക്ഷെ ഇവിടെ നമ്മളെന്ന അല്ല യേശു പറയുന്നത്, എനിക്കും നിനക്കും എന്ത് എന്നുള്ളതാണ് യേശു ഇവിടെ പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്ന സുവിശേഷത്തിന്റെ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. ആയതുകൊണ്ട് എനിക്കും നിനക്കും എന്ത് എന്ന് പറയുന്നതിനും ചില പ്രത്യേകതകളുണ്ട്. യേശു സാധാരണയായിട്ട് ഞാൻ എന്നുള്ള പദം ഉപയോഗിക്കാറില്ല. അതിന് പകരമായിട്ട് അദ്ദേഹം മനുഷ്യപുത്രൻ എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ യേശുവിന് പറയാമായിരുന്നു, മനുഷ്യപുത്രനും നിനക്കും എന്ത് എന്ന് ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ നമുക്കെന്ത് എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷേ അതൊന്നുമല്ല യേശു ഇവിടെ ചോദിക്കുന്നത്, എനിക്കും നിനക്കും എന്ത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 45 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1-ാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്ന് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഈ വേദഭാഗത്ത് ആദമിന് 3 വിശേഷണങ്ങൾ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് 1-ാം മനുഷ്യൻ അഥവാ ആദ്യ മനുഷ്യൻ. 2-ാമത് ഭൗമിക മനുഷ്യൻ അഥവാ മണ്ണുകൊണ്ടുള്ളവൻ. 3-ാമത്തത് പ്രാകൃത മനുഷ്യൻ. അതിന് നേരെ വിപരീതമായ
3 വിശേഷണങ്ങൾ യേശുവിനെ കുറിച്ചും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒടുക്കത്തെ മനുഷ്യൻ, ആത്മീക മനുഷ്യൻ, സ്വർഗീയൻ എന്നുള്ളതായ 3 വിശേഷണങ്ങളാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1-ാം മനുഷ്യനായ ആദമിലൂടെ മരണം ലോകത്തിലുണ്ടായി. 2-ാം ആദമായ ക്രിസ്തുവിലൂടെ എല്ലാവരും ജീവിപ്പിക്കപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. അങ്ങനെ ക്രിസ്തുവിനെ ഒടുക്കത്തെ ആദാം, 2-ാം ആദാമായിട്ട് ശ്ലീഹ ചിത്രീകരിക്കുന്നു. എന്നാൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ, ആദം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദമല്ല, സ്ത്രീയത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. അതായത് ആദ്യം പാപത്തിലേക്ക് വീഴാനുള്ള വഴി ഹൗവയായിരുന്നു. അത് എങ്ങനെ സംഭവിച്ചു? 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതായത് 1-ാം ഹൗവയിലൂടെ കടന്നു വന്ന മരണം ആദത്തിലേക്ക് വ്യാപിച്ചു. അത് മാനവരാശി മുഴുവനും വ്യാപിച്ചു. 2-ാം ആദമായ ക്രിസ്തുവിലൂടെ ജീവൻ കടന്നു വന്നു. 1-ാം ആദാമും 1-ാം ഹൗവയും ഉണ്ടെങ്കിൽ 2-ാം ആദാമും 2-ാം ഹൗവയും ഉണ്ട്. 2-ാം ഹൗവയായ വിശുദ്ധ മാതാവ് പറയുന്നത് എന്താണ്? യേശുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. 2-ാം ഹൗവയെയാണ് നീ എന്ന് യേശു ഇവിടെ വിശുദ്ധ മാതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംബോധന ചെയ്യുന്നത്. അപ്പോൾ 2-ാം ആദാമായ ക്രിസ്തുവും 2-ാം ഹൗവയുമായ മറിയത്തെയുമാണ് ഇവിടെ നാം കാണുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത് എനിക്കും നിനക്കും എന്നുള്ളതായ പദം. കാനാവിലെ കല്യാണത്തിലെ അത്ഭുത സംഭവം അടയാളങ്ങളുടെ ആരംഭമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടയാളങ്ങളുടെ ആരംഭം, അടയാളത്തിന്റെ ആരംഭമല്ല. ആയതുകൊണ്ട് ഈ വേദഭാഗം യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്ന സുവിശേഷത്തിൽ കാനാവിലെ കല്യാണ വിരുന്നിന്റെ ആ ഭാഗം, അതിലെ ഓരോ വാക്കും അടയാളം തന്നെയാണ്.